വെൽക്കം ബാക്ക് ടു മരീസ് വെൽ. സോ നമ്മൾ എന്തൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോവാണ്. സോ ഗെറ്റ് റെഡി വിത്ത് മീയിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസിൽ നിന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് തുടയ്ക്കാൻ പോവാണ്. തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചൂടുവെള്ളം ഞാൻ ഇപ്പം എടുത്തത് എൻ്റെ മുഖം പൊള്ളും. അതിന് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകാം. അങ്ങനെ ഞാൻ കഴുകി തുടച്ചിട്ടുണ്ട് എൻ്റെ മുഖം. സോ അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ക്രീം. ഇത് നമ്മുടെ നെക്ക്, ഞാൻ എൻ്റെ കഴുത്തൂടെ കഴുകി തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ നെക്ക്, കൈ, പിന്നെ എൻ്റെ ഫേസിലിടാൻ പറ്റുന്ന ക്രീമാണ്. സോ അത് ഞാൻ തേക്കാം നമുക്ക്. സോ ഞാനങ്ങനെ അതും തേച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫേവററ്റ് ഡിസി പാൻഡയുടെ ക്രീമാണ്. എൻ്റെ ഫേവററ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഫേവററ്റ് ഇത് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഫേവററ്റ് അനിമൽ പാൻഡയുടെ. പിന്നെ ഇത് നല്ല മണമാണ്. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ പുഷ് ചെയ്തിട്ട് ക്രീം എടുക്കുക, എന്നിട്ട് നമ്മൾ തേക്ക് കൊടുക്കുക. അപ്പം നമ്മൾ ക്രീം ഒന്ന് ഇട്ടിട്ട് വരാം. സോ ഞാനങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നെക്കിലും ഫേസിലും മാത്രം ഉപയോഗിക്കേണ്ടതാണ്. സോ ഇതിൻ്റെ തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇതിന് വെള്ളം നിറച്ചിട്ട്, ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇന്ത്യൻ വേയാണ്, ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ സൈഡിലുള്ള ഇതെല്ലാം കൂടെ വരും. അപ്പം നമുക്ക് ഇത് ഇങ്ങോട്ട് ഇടാം നമ്മുടെ ഫേസിലോട്ട്. ഇവിടെ വെക്കാം. സോ അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ ആദ്യം ഉപയോഗിച്ച് കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം കണക്ക് ഉപയോഗിച്ച് ഇതാണ്. പിന്നെ അടുത്ത ഞാൻ എൻ്റെ ഹെയർ ചെയ്യാൻ പോണ്. ഹെയർ ചെയ്തിട്ട് ബാക്കി മേക്കപ്പ് ചെയ്യാൻ പോകുന്നു. കാരണം എൻ്റെ ഹെയറാണ് എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ളത് ചെയ്യാൻ. സോ അപ്പോൾ നമുക്ക് ഹെയറിലോട്ട് പോവാം. സോ ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു ബ്രഷാണ്. സോ ആദ്യം ഞാൻ ഈ ബ്രഷിൽ ഈ എൻ്റെ അമ്മ ഉണ്ടാക്കി ഈ ഒരു ഓൺ സ്പ്രേ വീട്ടിലുണ്ടാക്കി നാടൻ സ്പ്രേ ഇതെടുക്കും. ഇത് തീർച്ചയായതുകൊണ്ട് അത്ര വരുന്നില്ല. അതൊരു ശരിക്കും ഒരു സ്പ്രേ ബോട്ടിൽ ഇട്ടിട്ട് തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ചീവ കൊമ്പിച്ച്. എൻ്റെ കുറച്ച് സ്ഥലത്ത് ചീവിയാലും ആവാത്തുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ ബ്രഷിലോട്ട് അടിച്ചു കൊടുക്കുക. തീരാറായതുകൊണ്ടാണെന്നൊന്നും വരുന്നില്ല. നമുക്ക് ഷേക്ക് ചെയ്യാം. ഷേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ മുടി ചീവാം. സോ ഇത് തുടങ്ങിയതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നിയർലി 1 month 2 month ആയിട്ടുണ്ട്. സ്പ്രേ ഉപയോഗിച്ചിട്ട് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുടിക്ക്. സോ നമുക്ക് വേണ്ട അടുത്ത ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. നല്ല രസമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വിചാരിച്ചു. സോ ഈ ഹെയർ സ്റ്റൈലിന് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ചീപ്പ് എടുക്കണം. ഇങ്ങനത്തെ എടുത്താൽ ഭയങ്കര ഹാർഡായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ എടുക്കാൻ നോക്കണം. മാക്സിമം 2 ആവശ്യമുണ്ട്. പക്ഷെ മെയിൻ ഇതാണ്. പിന്നെ ഒരു സ്ക്രഞ്ചി അല്ലെങ്കിൽ ഒരു ഹെയർ ബൺ. എനിക്ക് സ്ക്രഞ്ചി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സ്ക്രഞ്ചി എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇങ്ങനത്തെ ഒരു ഹെയർ ക്ലിപ്പ്. ഏത് സൈഡിലായാലും കുഴപ്പമില്ല, ഒരു ഹെയർ ക്ലിപ്പ് വേണം. സോ നമുക്ക് മിഡിൽ പാർട്ടീഷനിങ് ആണ് തോന്നിയതിനെ വിളിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും നമുക്കതിനെ ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചീവി എടുക്കാം നമുക്ക്. ഇനി ഞാൻ ഈ കോമ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീവാൻ പോകും എൻ്റെ മുടിൻ്റെ അടിയും മേലും. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മുടി ഫ്രണ്ടിലിടുക. ഇങ്ങനെ കുറച്ച് മുടി നമ്മൾ ഫ്രണ്ടിലിടുക. ഇത്രയും മുടിയൊന്നും വേണ്ട, കുറച്ച് മതി. ഇത്രയും മുടി ഇപ്പോഴത്തെ സൈഡിൽ നിന്ന്. ഓക്കെ, ഇത് 2 പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ബ്രഷ് വെച്ച് കുറച്ച് മുടി എടുക്കുക. എല്ലാം 2 സൈഡിലും നിറയെ എടുക്കരുത്, കുറച്ച് മുടി. മൊത്തം മുടി എടുക്കരുത് എന്ന് പറയുമ്പോൾ കുറച്ച് മുടി താഴെ വയ്ക്കണം. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണം നമ്മൾ. ഒരു ഹൈ പോണിറ്റെയിൽ കണക്കാണ് ഇത്, പക്ഷേ ഹൈ പോണിറ്റെയിൽ അല്ല. അയ്യോ, ഈ ഫ്രണ്ട് ഇട്ടിരിക്കുന്ന മുടി അവിടെ തന്നെ
എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ചീവി വെക്കാം. ചീവാണ്, അതെ, ചീവ് വെച്ച് നമുക്കിതിനെ ചീവി എടുക്കാം. സോ ചീവിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നൊരു സ്ക്രഞ്ചിയാണ്. അപ്പോൾ എൻ്റെ സ്ക്രഞ്ചീനെ ഞാൻ മുടി കെട്ടാൻ പോകുന്ന സ്ക്രഞ്ചി ഉപയോഗിച്ച്. സോ ഞാൻ എൻ്റെ സ്ക്രഞ്ചി ഉപയോഗിച്ചൊരു ഹൈ പോണിറ്റിൽ എല്ലാം മുടി എടുക്കാതെ കുറച്ച് മുടി എടുത്തിട്ട് ഹൈ പോണിറ്റിൽ കെട്ടിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ പോണിറ്റിൽ കെട്ടിയതിൻ്റെ സ്ക്രഞ്ചി ഇരിക്കുന്ന അവിടെ ഞാനിങ്ങനെ ഈ ഒരു ക്ലിപ്പിനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പോവാം. ഈ ഒരു ക്ലിപ്പ് മെയിൻ ആവണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലിപ്പ് ആഡ് ചെയ്യാം. എനിക്ക് ഈ ക്ലിപ്പ് ഒത്തിരി ഇഷ്ടമാണ്. ആ ക്ലിപ്പ് വെക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടം. പക്ഷെ എൻ്റെ ഹെയർ അനങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് അതിനകത്തൊന്ന് ഫിക്സ് ചെയ്യാം. കാരണം എൻ്റെ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആവും. എൻ്റെ ഫ്രണ്ട് ഹെയർ ഇച്ചിരി കേൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ സ്ട്രൈറ്റൻ ചെയ്തെടുക്കണം. സോ ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ വെള്ളം വെച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് പിടിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ ചെയ്യാം. സോ ഇതിന് ഞാനൊന്ന് 10 സെക്കൻഡ് 5 സെക്കൻഡ് വരെ വെക്കും. വച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നേരത്തെ കാട്ടി കേളിയാക്കി കിട്ടും. അപ്പോൾ ഞാൻ എന്നെ ഇൻസൈഡ് ഇങ്ങനെ ഇരിക്കുന്ന രീതി ഇങ്ങനെ ആക്കും ഞാൻ. എന്നിട്ട് എൻ്റെ സൈഡിലോട്ട് തന്നെ ഇടും. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല, അത്രയും വെയിറ്റ് നമ്മുടെ മുടി. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെത്താക്കിയിട്ട് ജസ്റ്റ് മുടിയിലൊന്ന് ചീക്കിട്ട് എന്നിട്ട് നമ്മുടെ ഹെയർ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. സോ വെള്ളം വെച്ചിട്ടുണ്ട്, ഇതേ കയ്യിൽ എക്സ്ട്രാ വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാനത് തുടയ്ക്കാൻ പോവുകയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇതിലോട്ട് പോകാം, നമ്മുടെ മേക്കപ്പ്. സോ മേക്കപ്പിന് ഞാൻ ആദ്യമായിട്ട് കുറച്ച് മേക്കപ്പ് ഇടുന്നുള്ളൂ, ഓവർ മേക്കപ്പ് ഒന്നുമല്ല. സോ നമുക്ക് നമ്മുടെ മേക്കപ്പ് എടുത്തിട്ട് വരാം. സോ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഡാസ്ലറിൻ്റെ ഈ ഒരു മസ്കാരയാണ്. എനിക്ക് മസ്കാര ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പം മസ്കാര ഉപയോഗിച്ചിട്ട് എൻ്റെ കണ്ണിലുള്ള മുടികൾ ഇച്ചിരി ഡാർക്കായി പോയി എന്നൊരു സമയം. സോ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ബ്ലിങ്കിങ് കോൺടെസ്റ്റ് ചെയ്യും. ബ്ലിങ്കിങ് കോൺടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലിങ്ക് ചെയ്യാതെ നിൽക്കണം. സോ അങ്ങനെ ഞാൻ ചെയ്യും. ചിലപ്പോൾ ഞാൻ സ്കൂളിൽ എൻ്റെ കുട്ടികളായിട്ട് സ്കൂളിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഞാൻ ചെയ്യും. സോ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുടി കണ്ണ് താഴെ മേളിൽ എഴുതും. സോ നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പുറത്ത് എനിക്ക് ചെയ്യാം, അത്ര ചെയ്തൊന്നും പെർഫെക്റ്റ് ആണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. സോ എൻ്റെ അടുത്ത് കണ്ണാടി ഉണ്ട്, അപ്പം ഞാൻ എൻ്റെ കണ്ണാടി ഉപയോഗിച്ച് പെർഫെക്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. സൂപ്പർ. സോ നമ്മുടെ അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോണ മേക്കപ്പ് ഐറ്റം ആണ്. അത്ര മേക്കപ്പ് ഇല്ലാത്ത എന്താ ഉണ്ട്, പക്ഷേ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണൊന്ന് എഴുതാൻ പോവാം. അല്ല, കണ്ണ് എഴുതണം, സിമ്പിൾ മേക്കപ്പ് അല്ലാണ്ട് കണ്ണെഴുതണ്ട. ഒരേ ഒരു കാര്യം നമ്മൾ ഇടാൻ പോകും, ലിപ്സ്റ്റിക്. സോ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്ക് ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നല്ല ഷെയ്ഡാണ്. ഇത് എപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എല്ലാവരും ഇതിനെ കടിക്കും കണക്ക് ഉപയോഗിക്കുന്നത്. സോ നമുക്കതിനെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ പല്ലിലാവില്ലെന്ന് വിശ്വസിക്കുന്നു. നല്ല ഷെയ്ഡ്, ഡാർക്കാണെന്ന് വിചാരിച്ചാലും നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ഞാൻ പറയാം. ഞാനൊരു കണ്ണാടി ഉപയോഗിക്കുക.
എനിക്കങ്ങനെ അത് പെർഫെക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ വെയിൽ തന്നെ ചെയ്യാൻ ഞാൻ നല്ല ഷെയ്ഡ് എൻ്റെ ഷെയ്ഡ് നമ്പർ 6 ആണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ഗെറ്റ് റെഡി വിത്ത് മീ. സോ നമ്മുടെ മേക്കപ്പ് എൻഡിങ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് ഗ്ലോസ് അടിയും. ഞാൻ ലിപ് ഗ്ലോസ് അടിയത് ഇതിനെ കൊള്ളാക്കുന്നില്ല. ഒന്നാമത്തെ ഇങ്ങനെയാണ് ശരിയായിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് നിർത്താം. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ.